ഹലോ, ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. ഒരു ചൂട് കാപ്പിയും ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് പൗരുഷൻ ഓൺ ചെയ്യുക. രാവിലത്തെ വചനപ്രഭാതം കേൾക്കാം. അത് കഴിഞ്ഞ് 6 മിനിറ്റ് കൊണ്ട് കഴിയും. അത് കഴിഞ്ഞ് ധാരാളം പ്രോഗ്രാം പുറകെ വരുന്നുണ്ട്. ബൈബിൾ തുറക്കാം, വായിക്കാം. സഭാപ്രസംഗി 9-ാം അധ്യായം 10-ാം വാക്യം. ചെയ്യാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ലല്ലോ. എന്താ ഈ ആത്മാർത്ഥത എന്ന് പറഞ്ഞ? എനിക്ക് വിവരിക്കാൻ തന്നെ അറിയാത്തൊരു സാധനമാണത്. പക്ഷെ എനിക്കതുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ അറിയാവുന്നവരും അങ്ങനെയാ പറയുന്നത്. ഈ അഭിനയമില്ലാതെ, അലങ്കാരമില്ലാതെ, ചങ്ക് കൊണ്ട് സംസാരിക്കുന്ന മനുഷ്യര് ഉണ്ടോ ഈ കാലത്ത്? എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്. എല്ലാം ആത്മാർത്ഥതയോടെ പറയും. ഹൃദയത്തിനകത്ത് എന്ത് നിറയ്ക്കുന്നോ അത് മുഖത്ത് വരും. അതിനോട് വളരെ സാമ്യമുള്ള ഒരു വേദഭാഗം ഇന്നത്തെ ചിന്തയിലേക്ക് തരികയാണ്. ചെയ്യാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യാം. ഞാൻ വിറക് വെട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടി വിറക് ഇങ്ങനെ കീറും. തടികൾ ഞങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു. അത് അറക്കാനോ നല്ല കാര്യത്തിനോ കൊള്ളാത്തതെല്ലാം കീറുക. നല്ല വെയിറ്റുള്ള കൊടാലിയുണ്ട്. അറിയാവുന്നവർ കീറുന്നത് ഞാൻ കണ്ടു. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ജോലി ചെയ്യാൻ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നല്ല ഊക്കോടെ വെട്ടിയില്ലെങ്കിൽ 100 വെട്ടാവുന്നല്ലാതെ കീറത്തില്ല, ചതഞ്ഞു പോകുക വിറക്. അപ്പം അവിടെ ഒരു ആത്മാർത്ഥത ആവശ്യമാണ്. അവിടെ ഒരു ഹാർഡ് വർക്കും ആവശ്യം. അപ്പം ആത്മാർത്ഥത എവിടെയുണ്ടോ അവിടെയെല്ലാം ഹാർഡ് വർക്കും ഉണ്ട്. ചിരിക്കുന്നതിൽ ആത്മാർത്ഥത, സ്പർശിക്കുന്നതിൽ ആത്മാർത്ഥത, മിണ്ടുന്നതിൽ ആത്മാർത്ഥത, സ്നേഹിക്കുന്നതിൽ ആത്മാർത്ഥത, കഴിക്കുന്നതിൽ ആത്മാർത്ഥത. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഹോട്ടലിൽ ബില്ല് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്നു അതിൻ്റെ യഥാർത്ഥ ആളോടൊരു വാക്ക് പറയാൻ. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്കത് നല്ലതായിട്ട് തോന്നി. അവർ ലാഭം ഉണ്ടാക്കുകയല്ലേ, നമ്മളെന്തിനതൊക്കെ പറയാൻ നിൽക്കുന്നതെന്ന് ചിന്തിച്ചോ, അതിനെനിക്ക് വിരോധമില്ല. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു അത് നല്ലൊരു വർക്കാണ് ആ ഹോട്ടലിലെ ആളുകൾ ചെയ്തത്. ആ കിച്ചണിലൊക്കെ ഈ പുകയ്ക്കകത്ത് നിന്ന് പണിയുന്ന ആളുകൾ അതൊരു നന്നായിട്ടല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? എനിക്ക് നിങ്ങളോട് പറയാൻ വന്ന ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ചെയ്യാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെ ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ, മിക്കവാറും എല്ലാവരും പാതാളത്തിലോട്ടാണല്ലോ പോണതല്ലേ. ഇനി അഥവാ സ്വർഗത്തിലോട്ടാണെങ്കിലും, സ്വർഗത്തിലോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. നീ ചെല്ലുന്ന പാതാളത്തിലോ അഥവാ സ്വർഗത്തിലോ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. അവിടെ ചെന്നിട്ട് നിനക്ക് കൂർക്ക കറി വെക്കാൻ പറ്റില്ല. അതൊക്കെ ഇവിടെ വെച്ചേ പറ്റുള്ളൂ. നന്നായിട്ട് വെച്ച് കൊടുക്കുന്നേ ആർക്കെങ്കിലും ഒക്കെ. അവിടെ നിന്റെ അഭ്യാസം നടക്കില്ല. ഉഡായിപ്പെന്ന് പറയുന്ന സാധനം, സൂത്രം ഒന്നും നടക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് ബി സിൻസിയർ, ബി ഹാർഡ് വർക്കിംഗ്. ഗോഡ് ബ്ലസ് യു.